Good evening, children. All of you take your textbook and Akshardeep and 2-line copy. ബുക്ക് എടുത്തോ എല്ലാവരും? ജസ്മിൻ വന്നോ ക്ലാസ്സില്? നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ ജസ്മിനെ കാണാൻ. നീ ഇന്ന് കുളിച്ചല്ലേ? അതുകൊണ്ടാ സുന്ദരനായത്. നമ്മൾ എവിടം വരെയാ പഠിച്ചത്? കാസേ കബൂത്തർ. അപ്പൊ എഴുതെടുക്കും എല്ലാവരും. എന്നിട്ട് വായിച്ചിടാം മിസ്. കാസേ കബൂത്തർ, കാസേ കമൽ, കാസേ കലശ്, ഖാസേ ഖരൽ. കൈവിരലോട്ട് തൊട്ട് വായിക്കണം കേട്ടോ. ഖാസേ ഖടിയ, ഖാസേ ഖർഗോശ്. ഗാസേ ഗമല, ഗാസേ ഗജ്, ഗാസേ ഗണേശ്. ഖ ഉറപ്പിച്ച് പറയണം കേട്ടോ. ഖാന്ന്. ഖാസേ ഖട, ഖാസേ ഖർ, ഖാസേ ഖടി. ഇത്രയും നമ്മൾ പഠിച്ചോ അതിന്? ഇല്ല, നമ്മൾ കായ എത്തിയുള്ളൂ. മിസ് അങ്ങ് വായിച്ചിട്ട് പോവാ. നിങ്ങൾ പറയണ്ടേ ഇത്ര എടുത്തില്ല എന്ന്. ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഗ. ഏതാണ്? ഗ. മിസ് ആ പേജ് വായിച്ചു തന്നേ ഉള്ളൂ. ഗായാണല്ലേ? ഗ. എങ്ങനെയാ ഗായ എഴുതുക? മിസ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പറഞ്ഞു പഠിക്കാം. ഗാസേ ഗമല. ഗമല എന്ന് പറഞ്ഞ എന്താണ്? ഫ്ലവർ പോട്ട് അല്ലെ? ചെടിച്ചട്ടി. നിങ്ങളുടെ വീട്ടിൽ നട്ടിട്ടുണ്ടോ? ചെടിച്ചട്ടിയിൽ ചെടികൾ നടാറില്ലേ? ഉണ്ട്. വീടിന്റെ മുറ്റത്തൊക്കെ വെക്കും അല്ലെ? അതില് ചെടി നട്ടിട്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ട് അത് പറിച്ചു നോക്കണം. ഇതിന് വേര് വന്നിട്ടുണ്ടോ നോക്കണ്ടേ? ചെയ്യാറില്ല നിങ്ങള്? ഉണ്ടോ? ഉണ്ട്. നഹില ഫാത്തിമ പറഞ്ഞുണ്ട്. നമ്മള് ചെടി നട്ടിട്ട് പിറ്റേ ദിവസം പോയിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം പോയി അത് പറിച്ചു നോക്കണം. എന്നാലോ അതിന് വേര് വന്നിട്ടുണ്ടോ നോക്കണ്ടേ എല്ലാ ദിവസവും? അങ്ങനെ ചെയ്യരുത് അല്ലെ? അതിപ്പോ അത് ഉണങ്ങി പോവും. എന്താ ചെയ്യണ്ടേ? ചെടികളൊക്കെ നട്ട് അതിന് വെള്ളവും മണ്ണും വെള്ളവും ഒക്കെ കൊടുത്ത് അല്ലെ? പിന്നെ നന്നായിട്ട് വളർത്തിട്ട് അതിന് നല്ല പൂക്കളൊക്കെ വരുമ്പോ നല്ല ഭംഗിയുണ്ടാവില്ലേ? നിങ്ങളെ പോലെ ഭംഗിയുണ്ടാവും. പൂക്കൾ ഇങ്ങനെ വിടർന്ന് വരുമ്പോ നിങ്ങളുടെ മുഖം പോലെ ഉണ്ടാവും അല്ലേ? അതെ, നിങ്ങൾ നോക്കണം കേട്ടോ. ആ പൂക്കളെ കാണുമ്പോ നിങ്ങളുടെ മുഖം ഇല്ലേ അതിനകത്ത് നോക്കിക്കോ. പൂക്കളൊന്നും പറിച്ചു കളയാൻ പാടില്ല. പൂക്കള് ചെടിയുടെ മുകളിൽ കാണാനാ ഭംഗി. കയ്യിലിരുന്നാൽ അതിന് ഭംഗിയില്ല, ചീത്തയായി പോവും. ഓക്കെ. ഗാസേ ഗമല. എന്താണ്? വായിച്ചോ. ഗാസേ ഗമല. ഗാസേ ഗജ്. ഗജ് എന്ന് പറഞ്ഞ എന്താ? കുതിര. കുതിരയല്ലേ? അല്ല. ഗജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലിഫന്റ്. എലിഫന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എലിഫന്റിനെ? ചോദിക്കട്ടെ, എലിഫന്റിനെ കണ്ടവരാരാന്ന്? ജിയോണ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ. ജിയോണ എലിഫന്റിനെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ എലിഫന്റ് എങ്ങനെയാന്ന്. അൺമ്യൂട്ട് ചെയ്ത മോളെ. ഇങ്ങനെ എലിഫന്റ് വലുതാണ്. പിന്നെയോ? പിന്നെന്താണ്? കറുപ്പ് കളർ. കറുപ്പ് കളറ്. പിന്നെയോ? തുമ്പിക്കൈ. തുമ്പിക്കൈ ഉണ്ട്. പിന്നെയോ? വലിയ ചെവി. വലിയ ചെവിയുണ്ട്. മുറം പോലത്തെ ചെവി അല്ലേ?
ചെവികളുണ്ട് അല്ലേ? 2 ഉണ്ട്. പിന്നെ രണ്ട് വാലുണ്ടോ? ഒരു വാലുണ്ടോ? ഒരു വാലേ ഉള്ളൂ. അല്ല, നീ വാല് കാണിക്കുന്ന നിന്റെ വാലാണോ തൊട്ട് കാണിക്കുന്നേ? അല്ല. നിനക്ക് വാലുണ്ടോ? ഇല്ല. അതെ. അപ്പൊ ഒരു വാലുണ്ട്. പിന്നെയോ? പിന്നെ ഞാൻ വേറെ ആളോട് ചോദിക്കട്ടെ. ആരോമലേ എലിഫന്റിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് പറഞ്ഞേ. എലിഫന്റിനെ കണ്ട വിശേഷം ഒന്ന് കേൾക്കട്ടെ. കണ്ടിന്. എങ്ങനെയാണ് എലിഫന്റ്? എങ്ങനെയാണെന്ന് പറഞ്ഞേ. കുഞ്ഞതല്ലേ? കറുപ്പ് കളറുണ്ട്. പിന്നെയോ? പിന്നെന്താണ്? കറുപ്പ് കളർ മാത്രമേ ഉള്ളോ? പിന്നെ ഒന്നും അറിയില്ല. ഇനി ആർക്കാ പറയാൻ അറിയുന്നത്? ആനനെ കണ്ടിട്ടുള്ളവര്? ഗോഡ്വിൻ ഉണ്ടല്ലേ? ഗോഡ്വിൻ പറയുന്ന കേട്ടോ. ഗോഡ്വിൻ അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. ആനയ്ക്ക് കറുപ്പ് കളറുണ്ട്, ഒരു തുമ്പിക്കൈയുണ്ട്, ഒരു വാലുണ്ടെന്ന് പറഞ്ഞു. വേറെന്താണ് ഗോഡ്വിൻ കണ്ടത്? 4 കാലുണ്ട്. അതെ, തൂണ് പോലെയുള്ള 4 കാലുണ്ട്. പിന്നെയോ? 2 കൊമ്പുണ്ടല്ലേ? അതെ. ഇഷാൻ എന്തൊക്കെയാണ് കണ്ടത്? പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യുമോനെ. കറുത്ത വെള്ളക്കൊമ്പ്, 2 ചെറിയ കണ്ണ്, കുഞ്ഞി കണ്ണുകൾ അല്ലേ? അതെ. അങ്ങനെയാണല്ലേ? അതെ അതെ, ബസ് മതി ഇഷാൻ. അതെ അതെ അതെ, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? വലിയ മൃഗമാണല്ലേ ആന? വലിയ മൃഗമാണ്. ഭാവയാമി, നീ തന്നെ കഴിക്കുക അല്ലേ? നമ്മൾക്കൊന്നും തരാതെ? ഇവിടെ കള്ളി. വലിയ മൃഗമാണ് ആന അല്ലേ? 2 കുഞ്ഞി കണ്ണുകളുണ്ട്. പിന്നെയോ? തുമ്പിക്കൈയുണ്ട് അല്ലേ? തുമ്പിക്കൈയുണ്ട്. പിന്നെ വാലുണ്ട്, ചൂല് പോലെയുള്ള വാലുണ്ട്, തൂണ് പോലെയുള്ള 4 കാലുകളുണ്ട് അല്ലേ? പത്തായം പോലെ വലിയ വയറുണ്ട്. അതെ. ഇപ്പൊ ഗജ് എന്ന് പറഞ്ഞ ആരാണ്? ഗജരാജൻ അല്ലേ? ആന, എലിഫന്റ്. നെക്സ്റ്റ് ഗാസെ ഗണേഷ്. എന്താ ഗണേഷ് എന്ന് പറഞ്ഞാല്? ഗൗരി നന്ദ സിറ്റ് ഡൗൺ. ഗൗരി നന്ദ സിറ്റ് ഡൗൺ. ശ്രദ്ധിക്ക്. ഗാസെ ഗണേഷ്. മിസ് കാണുന്നുണ്ട് എല്ലാവരും കേട്ടോ. മിസ് വിളിക്കും, അന്നപ്പം വിളിക്കും നിങ്ങളെ. അമ്ന ഫാത്തിമ എവിടെ പോയി? ചെയറു മാത്രം എവിടെ ഉള്ളൂ. Once more. ഗാസെ ഗമല, ഗാസെ ഗജ്, ഗാസെ ഗണേഷ്. Once more. ഗാസെ ഗമല, ഗാസെ ഗജ്, ഗാസെ ഗണേഷ്. ഓക്കെ. ഇനി ഗായ് എങ്ങനെ എഴുതുവാന്ന് നമുക്ക് കാണണ്ടേ? എങ്ങനെ ഗായ് എഴുതുക? ഇതാണ്. മിസ്സിന് ഇവിടെ ലാപ്ടോപ്പിൽ അക്ഷരങ്ങൾ എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മിസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. എങ്ങനെ ആദ്യം എഴുതണ്ടേ? ആദ്യം ഇങ്ങനെ നമ്മള് ജെ എഴുതുന്നില്ലേ? അതുപോലെ. അക്ഷരദീപം എടുത്തോ നിങ്ങൾ ആദ്യം ഫസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ റഫ് ആയിട്ട് സ്ലേറ്റോ ബുക്ക് എടുക്കുക. ഈസിയാണ് എഴുതാൻ. എന്നിട്ട് ഒരു
അതിനേക്കാളും കുറച്ച് വലുതായിട്ട് ഒരു വണ്ണും കൂടെ അല്ലേ? എന്നിട്ട് എഴുതുമ്പോ ഇങ്ങനെ വരും ഗ. ഇതാണ് ഗ. ഈസിയാണ് നമ്മൾക്ക് എഴുതാൻ. മലയാളത്തിൽ ഇങ്ങനെ വരും ഗ. കണ്ടിട്ടില്ലേ നിങ്ങളെ മലയാളത്തിലെ അക്ഷരം ഗ? ഓക്കെ. ദെൻ റൈറ്റ് അക്ഷരദീപത്തിൽ അത് എഴുതുക. പിന്നീട് അത് നോട്ട് ബുക്കിലോട്ട് എഴുതുക ഗ. നമ്മൾ അന്നപ്പം വ്യഞ്ജനാക്ഷരങ്ങൾ 3 അക്ഷരം പഠിച്ചു അല്ലേ? ഇതൊക്കെയാണ് ക, സെ, കബൂത്തർ. പിന്നീട് എഴുതിയാൽ മതി കേട്ടോ. അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അമ്മയോട് പറയണം ഇന്നത്തെ ഡേറ്റ് ഇടുക. എന്നിട്ട് നോട്ട് ബുക്കിൽ ഒരു പ്രാവശ്യം എഴുതി കൊടുക്കണം അമ്മമാര്. ഫസ്റ്റ് ലൈനിൽ ഒരു 5 പ്രാവശ്യം എഴുതിയിട്ട് ലൈൻ വരച്ചു കൊടുക്കണം. ഒരു താഴോട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. സിറ്റ് ഡൗൺ. അനിയ റോസ് എവിടെ പോയി? എവിടെയാ അതിനിടയിൽ പോയത്? മിസ്സിനോട് പെർമിഷൻ ചോദിച്ചിട്ട് പോണം കേട്ടോ. ടോയ്ലറ്റിൽ പോയതാണോ? ടോയ്ലറ്റിൽ പോകുമ്പോ എങ്ങനെ ചോദിക്കണ്ടേ? മേ ഐ ഗോ ടു ടോയ്ലറ്റ്. അതുപോലെ ഭാവയാമി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മിസ്സിനോട് പെർമിഷൻ ചോദിക്കണം. അല്ലെങ്കിൽ മോൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ കുറച്ച് മാറി ഇരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ വെള്ളം കുടിക്കണം. മേ ഐ ഡ്രിങ്ക് വാട്ടർ. പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നല്ല കുട്ടികള്. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചേ. ക, സെ, കബൂത്തർ. ക, സെ, കമൽ. ക, സെ, കലശ്. ഖ. ഉറപ്പിച്ച് പറഞ്ഞേ ഖ. ഖ. ഖ, സെ, ഖരൽ. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ഖ, സെ, ഖരൽ. ഖ, സെ, ഖടിയ. ഖ, സെ, ഖർഗോശ്. നിങ്ങൾക്ക് എക്സാമിനുണ്ടല്ലോ ഈ പിക്ചേഴ്സ് തരിക. എന്നിട്ട് അത് എന്താന്ന് അത് ടിക്ക് ചെയ്യണം. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് അത് എന്താന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് ഗ. പറഞ്ഞേ ഗ എന്ന് പറഞ്ഞേ ഗ. പതുക്കെ പറഞ്ഞാ മതി. ഗ. ഗ. ഗ, സെ, ഗമല. ഗ, സെ, ഗജ്. ഗ, സെ, ഗണേശ്. Once more. Ga, se, gamala. Ga, se, gaj. Ga, se, ganesh. കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ വായിച്ചു തരണം മിസ്സിന്. ഓക്കെ, ജസ്വിൻ സിജോ ഫസ്റ്റ്. ജസ്വിൻ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. പേര് എഴുതി വെക്കട്ടെ വായിക്കുന്നവരുടെ. ഗമല. ഗാസെ. ഗാസെ ഗമല. ഗാസെ ഗജ. ഗജ. ഗാസെ ഗണേശ്. ഗാസെ ഗണേശ്. ഓക്കെ, വെരി ഗുഡ്. ജസ്മിൻ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കൂട്ടുകാർ വായിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണ്ട കേട്ടോ. അർജുൻ രാജേഷ്. ഗാസെ ഗമല. ഗാസെ കച്ചു. ഗാസെ ഗണേശ്. വെരി ഗുഡ്. അർജുനെ, കൂട്ടുകാർ വായിക്കുന്നത് ശരിയാണോ നോക്കണം കേട്ടോ. അഭിരാമി. അമ്മയല്ല, വായിക്ക്.
തൊട്ട് വായിച്ചേ. ഗാസെ തൊട്ട് വായിക്കേ. ഗാസെ ഗമല വായിക്കേ. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഗാസെ ഗണേഷ്. ഓക്കെ, അമ്മ വേണല്ലേ എപ്പോഴും അഭിരാമി. സമജ്ന. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. വെരി ഗുഡ്. പാർവണ. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഓക്കെ, വെരി ഗുഡ്. ശ്രീഷ്ണ. ശ്രീഷ്ണ. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. വെരി ഗുഡ്. നഫില ഫാത്തിമ. ഗാസെ ഗണേഷ്. ഗാസെ ഗമല. ഗാസെ ഗമല. ഗാസെ ഗണേഷ്. ഗാസെ ഗണേഷ്. ഗാസെ ഗജ് എന്നാട്ടോ. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഓക്കെ, ദേവപ്രിയ. ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്യേ. ഗാസെ ഗമൽ. ഗമല. ഗാസെ ഗജ. ഗജ്. ഗാസെ ഗമല. ദേവപ്രിയ ശ്രദ്ധിച്ച മോളെ. ഗാസെ ഗമല. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഗാസെ ഗണേഷ്. ഓക്കെ, ഭാവയാമി. ഓക്കെ, ദേവപ്രിയ ഗുഡ്. ഭാവയാമി അൺമ്യൂട്ട് ചെയ്യേ. വായിച്ചോളൂ വേഗം. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ്രോസ്. ആൻഡ്രോസ്. ഗാസെ ഗമല. ഗാസെ ഗജ്. ഗാസെ ഗണേഷ്. ഗണേഷ്. ഓക്കെ, വെരി ഗുഡ്. ക്രിസ്റ്റോ ജോൺ. ക്രിസ്റ്റോ ജോൺ. Gase Gamela, Gase Gaji, Gase Ganesh. Ganesh. Ganesh.
ഓക്കെ, നിങ്ങൾ അവിടെ സൈഡിൽ ഇരിക്കുന്നില്ലേ, ഇപ്പൊ വായിച്ചവരിയ്ക്കുന്നില്ലേ, അവരവിടെ അക്ഷരദീപത്തിൽ എഴുതിക്കോ, ആ ഡോട്ടിട്ടതിന്റെ മുകളിൽ എഴുതിക്കോ. അംന ഫാത്തിമ വായിച്ചു കഴിഞ്ഞവര് അക്ഷരദീപത്തിൽ അവിടെ ഇരുന്ന് എഴുതിക്കോ. അംന ഫാത്തിമ എഴുതാൻ അക്ഷരദീപത്തില് വേഗം. അംന ഫാത്തിമ Gase. Kamala. Gase. Gaja. ഗജ് ഗജ് Gaji. Kase. Kalesh. ഗണേഷ്. Ganesh. അയോൺ സാബിൻ പ്ലീസ് അൺമ്യൂട്ട്. Gase Gamala. Gase Gaji. Gase Ganesh. ഗണേഷ്, വെരി ഗുഡ്. ലക്ഷ്മി അഭിലാഷ്. Gase. ഗമല. Gamala. ഗാസെ Ganesh. ഗജ് Gaj. Gase ഗണേഷ്. Ganesh. ഗണേഷ്, എന്താ തിരക്ക്? കളിക്കാൻ പോവാനാ? കളിക്കാൻ പോണ്ട തിരക്കന്നെ. എണീറ്റപാട് കളിക്കാൻ പോണെന്ന. മനസ്സിലായി. ഈ ക്ലാസ് കഴിഞ്ഞപാടെ ഞാൻ വന്ന് നോക്കും നീ എഴുതിയിട്ടുണ്ടോന്ന്. ഞാൻ വരുന്നുണ്ട്, ആ വഴിക്ക് വരുന്നുണ്ട്. അംഗൻവാടിയുടെ അപ്പുറത്തല്ല വീട്, വരുന്നുണ്ട്. ഞാൻ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ വരും. അതെ. ഗോഡ്വിൻ വേഗം എഴുതിക്കോ അവിടെ ഇരുന്നിട്ട് അക്ഷരദീപത്തില്. ഗോഡ്വിൻ. എല്ലാവരുടെയും വീട് ഞാൻ കണ്ടുപിടിച്ചു, വരുന്നുണ്ട് അങ്ങോട്ട്. എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി അമ്മമാര്, ഇവർ എഴുതുന്നില്ലെങ്കിലും പഠിക്കുന്നില്ലെങ്കിലും. വരുന്നുണ്ട്. ഗോഡ്വിനെ, അമ്മ എവിടെ? അമ്മയെ വേഗം വാ. വായിച്ചോ. Kase Kabutar. ഞാനോ മോനെ ഗാ വായിക്കും. ഇന്ന് പഠിപ്പിച്ചത് ഗാസെ ഗമല. Gamala. Gase gaj. Gase Gaj. മോനെ ഗാസെ ഗജ്. ഗജ്. ഓക്കെ. Ganesh. എങ്ങനെയാ വായിക്കേണ്ടത് ഗോഡ്വിൻ? മിസ് പറഞ്ഞു കേട്ടെ. ഗാസെ ഗാസെ ഗമല. Gase Gamala. ഗാസെ ഗജ്. Gase Gaj. ഗാസെ ഗണേഷ്. Gase Ganesh. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ വായിക്കണം കേട്ടോ. എഴുതിയോ അക്ഷരദീപത്തില്? ആനിയ റോസ്. അനിയ വായിച്ചോ. Gase Gamala. Gase Gajil. Gase Ganesh. ഗണേഷ്. ഓക്കെ, ഗുഡ്. ഇഷാൻ. നമ്മുടെ സമയം ഇപ്പൊ തീരും, വേഗം. Gase Gamal. Gase Gaja. മോനെ ഗമൽ എന്നല്ല, ഗമല. ഗാസെ ഗമല. Gase Gamala. Gase Gaj. Gase Ganesh. വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ്? ഇലോൺ ഉല്ലാസ്. കുറച്ച് പേര് ബാക്കിയുണ്ടല്ലേ, നമ്മുടെ സമയം ഇപ്പൊ പോവുമല്ലോ. വേഗം വായിച്ചോ. ഇലോൺ, അവേദ്യ, പിന്നെ ആരാണ്? ഗൗരി നന്ദ, ഭവിക. ഇത്രയും പേരുണ്ടല്ലേ, പെട്ടെന്ന് വായിച്ചേ. ഇലോൺ. പഠിക്ക്. ഗാസെ ഗമല. Gase Gamala. ഗാസെ ഗജ്. Gase Gaj. ഗാസെ ഗണേഷ്. Ganesh. ഓക്കെ, വെരി ഗുഡ്. അവേദ്യ. അവേദ്യ.
പെട്ടെന്ന് വായിക്കും. ഗമല ഗണേഷ്. വെരി ഗുഡ്. ഭവിക വേഗം വായിക്കുക ഭവിക. ഗമല ഗണേഷ്. ഓക്കെ. എഡ്വിൻ എവിടെ? ഇനി കുറച്ച് പേരുണ്ടല്ലേ? ഉണ്ട്, കുറേ പേരുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എഡ്വിൻ ഉണ്ട്, സർഗ, അലോൺ, മഹദിയ, വൈഷ്ണവ്. ഞാൻ പേര് വിളിച്ചവരൊക്കെ ഷാമിൽ, നെയ്ജൽ, നസീം, മുഹമ്മദ് ഷാ. ഇവരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മിസ്സിന് വോയിസ് മെസ്സേജ് അയക്കണം ഇത് വായിക്കുന്നത്. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? മിസ് ഇപ്പൊ പേര് വിളിക്കാത്തവര് മിസ്സിന് റെക്കോർഡ് ചെയ്ത് വോയിസ് മെസ്സേജ് അയക്കണം. ഓക്കെ, സ്റ്റാർ തരാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ വന്നത് എടുക്കണ്ടേ? പേര് വിളിക്കട്ടെ. അറ്റം വരെ കൊണ്ടുപോകില്ല പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കാണിച്ചാൽ ഇങ്ങനെ എഴുതി വെക്ക. ആരോമൽ, ലോൺ ഉല്ലാസ്, അവേദ്യ, മുഹമ്മദ് സക്സാദ് എന്നാണോ? മുഹമ്മദ് സാദ് അല്ലേ? സാദ്, നസീം മുഹമ്മദ്, ഭവിക, ഗൗരി നന്ദ, ജിയോണ, ഞാൻ, ഷാമിൽ, അംന ഫാത്തിമ, ജോൺ, ആൻഡ്രോസ് ജിയോ, എഡ്വിൻ, വൈഷ്ണവ്, മഹദിയ, സർഗ, സജീവ്, ഭാവയാമി, ദേവപ്രിയ, നഹില ഫാത്തിമ, അർജുൻ രാജേഷ്, ജസ്വിൻ സിജോ, അന്ന ഗ്രേസ്, അലോൺ ജോസഫ്, നെയ്ജൽ. 35 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലേ? ആരോമൽ എന്താണ്? ബാക്കിയുള്ളവരുടെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി, അഭിലാഷ്, ശ്രീഷ്ണ. ഓക്കെ, എന്താണ് ആരോമല്? ആരോമലും കാശിനാഥ് ഒരുമിച്ച് പറയും കേട്ടോ. അതെ, ഒന്നിച്ച് തന്നെയല്ലേ അവര്? അതെയോ? നിങ്ങൾ എന്താ ഒന്നിച്ച് വന്നേ ഒരു വീട്ടില്? അങ്ങോട്ട് പോകും. വൈകുന്നേരം പോവോ? ഇന്ന് അവനെ അവിടെ പിടിച്ചു നിർത്തടാ, വീട്ടിൽ വിടണ്ട. കേക്ക് മുറിക്കാൻ വന്നതാണോ? ആക്കണത്രയാ? അന്നപ്പോ നിങ്ങൾ വിജിനേച്ചിനെ എല്ലാരെയും വിളിച്ചു, മിസ്സിനെയും കൂട്ടുകാരെയും വിളിച്ചില്ലല്ലോ? കൂട്ടില്ല. നമുക്ക് മിണ്ടണ്ട, വിളിച്ചോ? എന്തേ ആയിക്കോട്ടെ, കേക്ക് ആക്കാനോ എന്തിനായാലും നമ്മളെ വിളിച്ചില്ലല്ലോ. പിന്നെ കാശിന്റെ പേര് വിളിച്ചിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ എഴുതി കേട്ടോ. കാശിനാഥ് എല്ലാരും തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്ലാസ് കഴിയാൻ പോവാണ്, 5 മിനിറ്റേ ഉള്ളൂ. ഇനി എന്താ ചെയ്യണ്ടേ? കുറെ കുട്ടികളുടെ പേര് മിസ് വിളിച്ചില്ല, അതായത് വായിപ്പിക്കാൻ. അവരെന്ത് ചെയ്യണം? അവര് മിസ്സിന് വോയിസ് മെസ്സേജ് അയക്കണം കേട്ടോ. നിങ്ങളത് വായിക്കുന്നത് ഇട്ടാ മതി. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിച്ച് പഠിക്കുക, അക്ഷരദീപത്തിൽ എഴുതുക, നോട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ. സർഗ, ഇന്ന് എത്ര പേരുടെ വോയിസ് മെസ്സേജ് മിസ്സിനെ കേൾക്കാല്ലേ? കുറേ പേരുണ്ട്. മുഹമ്മദ് സാദെ ആരാണ്? ചേച്ചിയാണോ അടുത്തിരിക്കുന്നേ? ഓക്കെ, ബൈ പറയട്ടെ. ബൈ, സീ യു. ബൈ.